ഇത് കഴിഞ്ഞ തൊഴിൽ വാർത്ത കണ്ടോ, ഈ തൊഴിൽ വാർത്ത എടുക്കുക, നമുക്ക് പാർട്ട് 2 ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു. നമുക്കിനി അടുത്ത ഒരു സെക്ഷനിൽ പേജ് നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ കേൾക്കുക. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉയർത്തെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഇങ്ങനെ പറഞ്ഞത് ആരാ? ജവഹർലാൽ നെഹ്റു കേട്ടോ. അപ്പോൾ ടെക്സ്റ്റിലുള്ളതാണിത്, നന്നായി പഠിക്കാം. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ ഏതെല്ലാമായിരുന്നു വെച്ചാൽ ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ലക്ഷ്യപ്രമേയം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തിൽ നിന്നുള്ളതായിരുന്നു വെച്ചാൽ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു. ലക്ഷ്യപ്രമേയം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രധാന ആശയങ്ങൾ എന്തിൽ നിന്നുള്ളതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളായിരുന്നു. ലക്ഷ്യപ്രമേയത്തിൽ അവതരിപ്പിച്ച ആശയങ്ങൾ പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗമായി മാറി? ആമുഖമായി മാറിയിട്ടാ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിക്കപ്പെട്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 1946 ഡിസംബർ 6 എന്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിച്ചത്? ക്യാബിനറ്റിൻ്റെ. 1946 ഡിസംബർ 9 മുതൽ എത്ര കാലയളവ് കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്? 2 വർഷവും 11 മാസവും 17 ദിവസവും. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം നൽകിയതെന്ന് 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ജനുവരി 26. ഇതൊക്കെ സിമ്പിളാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിലുള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 22 ഭാഗങ്ങൾ, 395 വകുപ്പുകൾ, 8 പട്ടികകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിപാദിക്കുന്ന തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 49 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയ ജനങ്ങളായ നാം. ഇതൊക്കെ നമുക്ക് ഭയങ്കര ബേസ് കണ്ടാവും. ഇതൊക്കെ ബേസ്. അപ്പോൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നമ്മൾ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ഏത് തരം ജനാധിപത്യ ക്രമമാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്? പാർലമെൻ്ററി ജനാധിപത്യം. ചില വ്യവസ്ഥകൾ സാധാരണ രീതിയിലും മറ്റു ചിലത് പ്രത്യേക നടപടികളിലൂടെയും ഭേദഗതി ചെയ്യാനാകുന്ന ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയുടെ ഘടന എന്ന് വെച്ചാൽ ദൃഢവും അയവുള്ളതുമായ ഘടന. ചിലത് അതായത് അങ്ങനെയാണ്, ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്. അതായത് ചില വ്യവസ്ഥകൾ സാധാരണ രീതിയിലും മറ്റു ചിലത് പ്രത്യേക നടപടികളിലൂടെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള ഒരു സ്പീച്ച് പറഞ്ഞു, ജനാധിപത്യവും ക്രമ രാഷ്ട്രവുമാണ് എന്ത് പ്രധാനപ്പെട്ട 2 വകഭേദങ്ങൾ എന്നുള്ളതുപോലെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് 13 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത്. ഡിസംബർ 22 വേറെയുണ്ട്. ഇത് 13 അവതരിപ്പിച്ചത്. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. ലക്ഷ്യപ്രമേയം ഉൾക്കൊണ്ടിരിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തിൽ നിന്നുള്ളതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ നിന്നായിരുന്നു. ആമുഖമാണ് ആശയം. പിന്നീട് ഭരണഘടനയുടെ ഏത് ഭാഗമായി മറിച്ച ആമുഖം. 46 ഡിസംബർ 6 നിർമ്മാണ സമിതി രൂപവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്. ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിച്ച? ക്യാബിനറ്റ് മിഷൻ്റെ അനുസരിച്ച് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണുള്ളത്. 49 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന കരട് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകാരം നൽകിയത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ജനുവരി 26. 22 ഭാഗങ്ങൾ, 395 വകുപ്പുകൾ, 8 പട്ടികകളാണ് ഉള്ളത് കേട്ടോ. ഈ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന തീയതി എന്ന് വെച്ചാൽ 49 നവംബർ 26. നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയ ജനങ്ങളായ നാം എന്ന് പറഞ്ഞിട്ടാ. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന ഏത് തരം ജനാധിപത്യ ക്രമമാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ചത്? പാർലമെൻ്ററി ജനാധിപത്യം. ദൃഢവും അയവുള്ളതുമായ ഘടനയാണ് എന്തെന്ന് പറഞ്ഞാൽ ഭേദഗതി ചെയ്യാവുന്ന ഇന്ത്യൻ ഭരണഘടനാ വ്യവസ്ഥയുടെ ഘടനയെന്ന് വെച്ചാൽ ദൃഢവും അയവുള്ളതുമായ ഘടനയാണ്. ഓരോ വ്യക്തികൾക്കും രാഷ്ട്രം ഉറപ്പാക്കേണ്ട അടിസ്ഥാന അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം വെച്ച മൗലിക അവകാശങ്ങളാണ് കേട്ടോ. ഓരോ വ്യക്തികൾക്കും രാഷ്ട്രം ഉറപ്പാക്കേണ്ട അടിസ്ഥാന അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം വെച്ച മൗലിക അവകാശങ്ങൾ. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പ്രതിപാദിക്കുന്ന ഭാഗമാണ് മൗലിക കർത്തവ്യങ്ങൾ. രാഷ്ട്രം പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് പറയണത്. ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയ നിർദ്ദേശങ്ങൾക്കായി ഭരണഘടനാ ഭേദഗതിയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. മൊത്തം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ എന്നിങ്ങനെ 2 സഭകളെ ഉൾക്കൊള്ളിക്കുന്ന ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനമാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം എന്ന് പറയുന്നത്.
കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണം ഇത് ഫെഡറലിസം. ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾക്കായി കണക്കാക്കപ്പെടുന്നത് ഏതെന്ന് വെച്ചാൽ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടനാ ഭാഗം 1 അനുച്ഛേദം 1-ന്റെ പ്രതിപാദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ്റെ പേരും ഭൂപ്രദേശവും. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 1 പ്രസ്താവിക്കുന്നത് എന്താണ്? നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 1 അനുച്ഛേദം 1-ന്റെ പ്രാധാന്യ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ്റെ പേരും പ്രദേശവും. ഇത് നമുക്കറിയാം. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 1 പ്രസ്താവിക്കുന്നത് അതാത് ഭാരതം സംസ്ഥാനങ്ങളുടെ യൂണിയൻ്റേതായിരിക്കും എന്നുള്ളത്. അതാത് ഭാരതം സംസ്ഥാന യൂണിയൻ്റേതായിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗമാണ്? ഒരിടത്തും ഫെഡറൽ രാഷ്ട്രമാണെന്ന് പറയുന്നില്ല. കണ്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്നില്ല. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ പട്ടിക എന്ന് വെച്ചാൽ 7-ാം പട്ടിക. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട 7-ാം പട്ടികയുടെ 3 തരം ലിസ്റ്റുകളാണുള്ളത്: യൂണിയന്, സംസ്ഥാനം, സമവർത്തി ലിസ്റ്റ്. കേന്ദ്ര സർക്കാരിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക യൂണിയൻ ലിസ്റ്റ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? 97 വിഷയങ്ങൾ. യൂണിയൻ ലിസ്റ്റിൻ്റെ വിഷയങ്ങൾ ഉദാഹരണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ലിസ്റ്റിൽ. ഭരണഘടന നിലവിൽ വരുമ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ എത്രയെന്ന് വെച്ചാൽ 66. സംസ്ഥാന ലിസ്റ്റിൻ്റെ വിഷയങ്ങൾക്ക് ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റുകളും, അതായത് സംസ്ഥാന ലിസ്റ്റിലുള്ളതാണ് കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണമൊക്കെ. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക എന്ന് വെച്ചാൽ സമവർത്തി ലിസ്റ്റ് ആണല്ലോ, രണ്ടുപേർക്കും ഒരേപോലെ ഉള്ളത്. കൺകറന്റ് ലിസ്റ്റ് തുടക്കത്തിൽ എത്ര വിഷയങ്ങളായിരുന്നു? 47 വിഷയങ്ങൾ. അപ്പോൾ എപ്പോഴും ഞാൻ ഇത് തെറ്റിപ്പോണ കാര്യമുണ്ട്. ഭരണഘടന നിലവിൽ വരുമ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ 66 കൺകറന്റ് ലിസ്റ്റിൽ 47 66 47 ഉള്ളത്. കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങൾ ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, ജനനമരണ സർട്ടിഫിക്കേഷൻ, രജിസ്ട്രേഷൻ. 3 അധികാര പട്ടികകൾക്കും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശിഷ്ട എന്ന് പറയുന്നത്. അധികാരത്തിൽ നിയമനിർമ്മാണാധികാരം ആർക്കെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന്. അവശേഷിക്കുന്ന അധികാരങ്ങൾക്ക് ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടനയുടെ അധികാരത്തിൽ മേൽ ഒരു പരിധിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായും അടിച്ചമർത്തലും ഉണ്ടാകും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇപ്രകാരം അഭിപ്രായപ്പെട്ട ഡോക്ടർ ബി.ആർ. അംബേദ്കർ. നിയമനിർമ്മാണ സഭയുടെ പേരെന്ന് വെച്ചാൽ പാർലമെൻറ്റ്. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. ഇതൊക്കെയാണ് ഫെഡറലിസത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭരണഘടനയുടെ പരമാധികാരം, അധികാര വിഭജനത്തിൻ്റെ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനാണ്. ഏകപൗരത്വം, സ്വതന്ത്രവും നിഷ്ക്രിയവുമായ നീതിന്യായ വ്യവസ്ഥ. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് നൽകി മേൽക്കൈ ഉണ്ടാവുക. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, അർദ്ധ ഫെഡറൽ സംവിധാനം. ഇതൊക്കെയാണ് ഫെഡറലിസത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതായത് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താ? കേന്ദ്രത്തിലും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. അതായത് രണ്ടും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും തമ്മിൽ വിഭജനം ഉണ്ടായിരിക്കും. കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനായിരിക്കും. അതും ഫെഡറലിസത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഏകപൗരത്വം, സ്വതന്ത്ര നിഷ്ക്രിയമായ നീതിന്യായ വ്യവസ്ഥ. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ. കേന്ദ്രത്തിനായിരിക്കും എല്ലാതും. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, അർദ്ധ ഫെഡറൽ സംവിധാനം ഉണ്ടാകും. ദ്വിമണ്ഡലം ഉണ്ടായിരിക്കും, അർദ്ധ ഫെഡറലും ആയിരിക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അർദ്ധ ഫെഡറലും ദ്വിമണ്ഡലം. ഇത് പറ്റുകയെന്ന് വെച്ചാൽ ഇത് മാത്രം ഒരു നോട്ടിൽ എഴുതി വയ്ക്കണം. ലക്ഷ്യപ്രമേയം. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ ഒന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇന്ത്യയിലെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറ്റാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുള്ള ഗൗരവമായ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തെ മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും. ഇന്ത്യൻ യൂണിയൻ രൂപവൽക്കരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും എന്ന് പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ രൂപവൽക്കരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയിൽ നൽകപ്പെടുകയും ചെയ്യും. അതായത് ഇത് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. ഇത് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറ്റാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുള്ള ഗൗരവമായ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതായത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ദൃഢനിശ്ചയം, ഭരണഘടന വേണമെന്ന് പറഞ്ഞിട്ട്. പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായി തയ്യാറായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റുള്ള ഭാഗങ്ങൾ എന്നിവയുടെ യൂണിയനായിരിക്കും.
അതായത് അപ്പോൾ എത്ര സ്പേസാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് തയ്യാറാക്കുക എന്നുള്ളത് ലക്ഷ്യപ്രമേയത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. യൂണിയൻ രൂപവൽക്കുന്നതിനുള്ള പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്കും നൽകപ്പെടും. എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയമായ നീതിയും പദവി സമത്വവും നിയമത്തിന് മുന്നിൽ സമത്വവും കൂടാതെ നിയമത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി സംസ്കാരം ആവിഷ്കരിക്കാം. വിശ്വാസം, ആധാര, തൊഴിൽ, സംഘടനകളും പ്രവർത്തനങ്ങളും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുക എന്നുള്ളതാണ് സംരക്ഷിക്കുകയും ചെയ്യുക. മൗലിക സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്യുക. യൂണിറ്റുകളായിട്ടുള്ള അതായത് യൂണിയൻ രൂപവൽക്കുന്ന പ്രദേശങ്ങൾ സ്വയം യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിശ്ചിതമായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടുകയും ചെയ്യും. പിന്നെന്താ പറയുക, ഭരണഘടന തയ്യാറാക്കുന്നുള്ള പോലെ ദൃഢനിശ്ചയം ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക. ഒരാശയങ്ങൾ എന്നുള്ള പോലെയുള്ള ഇത് പാർലമെൻറ്റ് ചുമതല. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, നമുക്ക് ബേസ് തന്നെയാണ്. കമ്പനി ബോർഡ് ശരിക്കും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് തന്നെ ഡിഗ്രി ലെവലാണ് ഇത് കണ്ട. ഫെഡറലിസം എന്ന് എന്താണെന്ന് ലക്ഷ്യപ്രമേയത്തിൻ്റെ ഇത് രണ്ടും കൂടിയിട്ട് ഒരു നോട്ടിൽ ശരിക്കും എഴുതണം, എന്നാലാണ് ഇത് വരിക. അടുത്തത് എന്ന് പറയുമ്പോൾ ധാർമ്മിക ജീവികം എന്നറിയപ്പെടുന്ന ജീവകമാണ്. നമുക്ക് അടുത്ത പാട്ടിൽ നോക്കാം. ഓക്കെ.